കേരളം ബ്ലേഡ് മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടതിനെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയാണിത്. ഈ വാർത്തയെ തുടർന്നാണ് ബ്ലേഡ് മാഫിയയുടെ കെണിയിലകപ്പെട്ട സാധാരണക്കാരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളുമായി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് രംഗത്തെത്തിയത്. ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്ന സാധാരണക്കാരുമാണ് ബ്ലേഡ് മാഫിയയുടെ തട്ടിപ്പിൽ വീഴുന്നത്. ഇവരെ സഹായിക്കാനാണ് ബാങ്ക് പ്രധാനമായും പദ്ധതി തയ്യാറാക്കിയത്. ഏജന്റുമാരിൽ നിന്ന് ലോട്ടറി വാങ്ങുന്നതിനും മത്സ്യവിപണനം നടത്തുന്നതിനും വായ്പ നൽകുന്നതാണ് പദ്ധതി. ചെറുതുകളുടെ വായ്പകൾക്ക് കുറഞ്ഞ പലിശ മാത്രമാകും ബാങ്ക് ഈടാക്കുക. സുവർണഹസ്തം എന്ന പേരിലൊരു പുതിയ വായ്പാ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ടിക്കറ്റ് വാങ്ങുന്നതിനും അതുപോലെ തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പയാണ് ഈ സുവർണഹസ്തം പദ്ധതിയിലൂടെ ലോട്ടറി വിൽപ്പനക്കാർക്കായി ബാങ്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് അതിർത്തിയിൽ നിരവധിയായ മത്സ്യ കച്ചവടക്കാരുണ്ട്. അവരുടെ യോഗവും ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ പണം ഈ ബാങ്ക് നൽകാമെന്ന് ഉറപ്പ് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. 6% പലിശയ്ക്ക് 30,000 രൂപ വരെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതിയും ബാങ്ക് തയ്യാറാക്കും. നിലവിൽ ഇവിടെ വായ്പ 10 മുതൽ 13% വരെയാണ് പലിശ ഈടാക്കുന്നതെങ്കിൽ 6% പലിശയ്ക്ക് വായ്പ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളിപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത്. വായ്പ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്നതോടെ സാധാരണക്കാർക്ക് ബ്ലേഡുകാരെ ഒഴിവാക്കാനാകുമെന്നും അതിലൂടെ കൊള്ളപ്പലിശക്കാരുടെ കെണിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാകുമെന്നും ബാങ്ക് അധികൃതർ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.